ഒരുപാട് സന്തോഷമുണ്ട് ഈ പ്രോജക്റ്റിൽ വന്നത്. ബിക്കോസ് എനിക്കൊരു ഭാഗ്യമായിട്ട് എനിക്ക് പ്രോജക്റ്റ് കിട്ടിയത്. ആദ്യം എനിക്ക് ഓഫർ വന്നപ്പം ഞാൻ ആ സമയത്ത് തെലുങ്കും ചെയ്യുമായിരുന്നു. പിന്നെ കോവിഡ് സമയത്താണ് ക്വാറന്റൈൻ റൂൾസൊക്കെ വന്നപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമായിപ്പോയി. ബിക്കോസ് മലയാളത്തിൽ എൻ്റെ മാത്രം മലയാളമാണ്. സോ മലയാളത്തിൽ എനിക്ക് ചെയ്യേണ്ട ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പോഴും. സോ അത് അങ്ങനെ വിട്ടുപോയപ്പോൾ ഞാൻ വിഷമത്തിലായിരുന്നു. പിന്നെ വീണ്ടും ഇങ്ങനെ സംഭവിച്ചു. ദയവായിട്ട് എനിക്ക് വീണ്ടും എനിക്ക് വിളിച്ചതാണ് അമ്പാടി എന്ന ക്യാരക്ടർ. അപ്പോൾ ദയവായിട്ട് എനിക്ക് തിരിച്ചു പിടിച്ചു. ഈ എപ്പിസോഡിൽ വന്നു. അതായത് ഫസ്റ്റ് ഷൂട്ട് കഴിഞ്ഞു, എല്ലാവരും ഉണ്ടായിരുന്ന സമയത്തൊക്കെ പാലയുടെ മുകളിലായിരുന്നു ഫസ്റ്റ് ഷോട്ട്. ആണെന്നുണ്ടെങ്കിലും ഞാനും ചെയ്തത്. അപ്പോൾ അതാണ് ഫസ്റ്റ് ഷോട്ട്. പിന്നെ നമ്മുടെ ഫൈറ്റൊക്കെ ചെയ്തു, കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് എപ്പിസോഡ് ടെലികാസ്റ്റ് ആയിട്ട് നെക്സ്റ്റ് ഡേ എനിക്കറിയത്തില്ല ഫസ്റ്റ് ടെലികാസ്റ്റ് ആയതൊക്കെ പറഞ്ഞു ഇങ്ങനെ ഞാൻ എപ്പിസോഡൊക്കെ. സെക്കൻഡ് ഡേ എനിക്ക് കിട്ടിയ റെസ്പോൺസ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ബിക്കോസ് ഒരിക്കലും എനിക്ക് ലൈഫിൽ കിട്ടാത്ത റെസ്പോൺസ് ആയിരുന്നു. ഒരു പുതിയ മുഖമല്ലായിരുന്നു. അപ്പം അത്രയും ഹൈപ്പും ബിൽഡപ്പൊക്കെ കൊടുത്ത് ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് ആൾക്കാരെ ഓൾറെഡി നെഞ്ചിലേക്ക് എടുത്തു. അമ്പാടിയുടെ ക്യാരക്ടർ ലൈഫ് ലോങ് ഞാൻ എത്ര വർഷമായാലും എന്നെ കാണും ആൾക്കാർ അമ്പാടിനെ പറയത്തുള്ളൂ. ആ ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തതിന് സാറിന് ഒരുപാട് സാറിനും ചാനലിലും ഒരുപാട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. പിന്നെ എന്നെ ഭംഗിയായിട്ട് കാണിക്കുന്ന ടി വിയിൽ നമ്മുടെ സുനിലേട്ടനും ഒരുപാട് എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് നമ്മുടെ വേറെ ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്ത മാരല്ലേ ഇവിടെ ഫുൾ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഇവിടെ വർക്ക് കൾച്ചർ ആയാലും ടൈമിങ്സ് ആയാലും. അപ്പോൾ സ്റ്റാർട്ടിങ് കുറച്ച് ബുദ്ധിമുട്ടി ഇതാവാൻ വേണ്ടി. ബിക്കോസ് ഞാൻ മാസത്തിൽ 28 days ഞാൻ ഷൂട്ടിങ് ചെയ്യുമായിരുന്നു. ദിവസം ഷൂട്ടിംഗ് ആണ്. അപ്പം അതൊന്ന് സ്ട്രെസ്ഫുൾ ആയിട്ട് എനിക്ക് മെൻ്റലി ഫിസിക്കലി ഒരുപാട് സ്ട്രെസ് ആയിപ്പോയി. അപ്പോൾ സ്റ്റിൽ ഞാൻ എൻ്റെ ഡെഡിക്കേഷൻ ഇവിടെ കൊടുത്തു. സാർ എന്നെ കുറേ ഹെൽപ്പ് ചെയ്തു, കുറേ പഠിച്ചു. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ബെസ്റ്റ് ഡയറക്ടർ സാർ തന്നെയാണ്. ഇപ്പൊ എനിക്ക് ഇങ്ങനെയെല്ലാം ചെയ്തതാ. ഇപ്പൊ ഞാൻ പഴയ പോലെ ചെയ്യാൻ പറ്റത്തില്ല. അതെന്റേതായ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ. അതെ, കാരണം എല്ലാവരും പറയുമ്പം ഒരു സിനിമയായിട്ട് സാറ് എപ്പോഴും കാണിക്കുന്നത്. അപ്പോൾ അവർ ഈ ഹൈപ്പ് എനിക്ക് തന്നെ ഐ തിങ്ക് ഏഷ്യനെറ്റിൽ തന്നെ ഇതുപോലത്തെ ഹൈപ്പുള്ള ക്യാരക്ടർ ഞാൻ വേറെ വീണ്ടും കണ്ടിട്ടില്ല. ഇവിടെ അങ്ങനെ ആൾക്കാർ പറയണം. കാരണം ആൾക്കാർ പറയുന്നതൊക്കെ പുറത്താണെന്നൊക്കെ ഏഷ്യനെറ്റിലെ നമ്പർ 1 ഹീറോ ആയിട്ട് നിങ്ങളെ ഫുൾ കേട്ട് സാറ് തന്നെയാണ്. പിന്നെ അതുപോലെ ഹൈപ്പ് പിന്നെ നമ്മുടെ അജിത്തായാലും സജിത്തായാലും ദീപക് ജിതിനെ എസ്പെഷ്യലി പറയണം. ഒരുപാട് ചെയ്തിട്ടുണ്ട്. പിന്നെ ശിവപ്രസാദും കുറേ നമ്മൾ തമ്മിൽ കുറേ വാർത്തകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വെരി നൈസ് പേഴ്സൺ, വെരി നൈസ് പേഴ്സൺ, നല്ല ആളാണ്. പിന്നെ നമ്മളെല്ലാ ഡ്രൈവേഴ്സും ഹുസൈനും പിന്നെ വിനോദേട്ടൻ പറയണം. ബിക്കോസ് വിനോദേട്ടനാണ് മെയിൻ ആക്ച്വലി സെറ്റിൽ ഡെവലപ്പ് പഠിപ്പിക്കാനാണ്. ബിക്കോസ് നമ്മുടെ മലയാളത്തിലൊക്കെ കുറച്ച് ഇതുണ്ട് സിൻസ് ആം നോട്ട് ഫ്രം ദിസ് പ്ലേസ്. അപ്പം വിനോദേട്ടൻ്റെ ഡയലോഗും ഡെലിവറിയും എനിക്ക് ഒരുപാട് പെട്ടെന്ന് ക്യാച്ച് ആവും. എനിക്കായാലും ശ്രീധനായാലും എല്ലാവർക്കും വിനോദേട്ടൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ സീൻ ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഫ്ലോപ്പ് ആയി പോകും. അപ്പം താങ്ക്സ് ടു വിനോദേട്ടൻ. പിന്നെ നമ്മുടെ സുധീഷ് എല്ലാവർക്കും എൻ്റെ ഭംഗിയായിട്ട് സ്കിൽ കാണിച്ചതുകൊണ്ട് എൻ്റെ മേക്കപ്പ് ആയാലും എൻ്റെ കോസ്റ്റ്യൂം എല്ലാം എൻ്റെ കോ ആക്ടേഴ്സ് ഇപ്പോഴും പുതിയ കണ്ടല്ലേ ഒരുപാട് സന്തോഷമുണ്ട് വർക്ക് ചെയ്തതിൽ. നമ്മുടെ മോഹനേട്ടൻ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ കൂടെ വർക്ക് ചെയ്തത് എനിക്ക് ഭയങ്കര ഭാഗ്യമാണ് കാണുന്നത്. പിന്നെ വിഷമമുണ്ട് ഇതിങ്ങനെ എൻഡായത്. പക്ഷെ കുഴപ്പമില്ല, സ്റ്റിൽ ഇതെൻ്റെ രണ്ടാമത്തെ സീരിയൽ 8 episodes കംപ്ലീറ്റ് ചെയ്തത്. ആ ഒരു സന്തോഷം എനിക്കുണ്ട്. പിന്നെ സാറിനും റെക്കോർഡാണ് ഇത്. സാറിന്റെ തേർഡ് സീരിയൽ അല്ലേ, മൂന്നാമത്തെ സീരിയൽ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഇനിയും മധുരം മോഹൻ ചേട്ടൻ അടുത്ത മധുരവും വരികയാണ്. അപ്പൊ എന്തായാലും പാടി ഓൾ ദി ബെസ്റ്റ്. എന്തായാലും സിനിമ ജസ്റ്റ് ചോദിച്ചു.